സാധ്യമല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഒരു ആക്ഷേപമായി പറയുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും തന്നെ എന്താണ് അതിലെ നിലപാട്? അല്ല, BJPക്ക് ഒരു അങ്ങനെ ഒരു നിലപാടൊന്നുമില്ല. ഞാൻ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോക്കോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. എന്താ പ്രശ്നമാണെങ്കിൽ മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നോക്കൂ, ഇനിയിപ്പോൾ അത് ഒരു വിവാദം നോക്കൂ. ഇനിയിപ്പോൾ ഇലക്ഷന് 30 ദിവസമുണ്ട്. ഇവരിങ്ങനെ ഒരു വിവാദം തിരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാമല്ലോ ഇനിയിപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസും മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ല നോക്കൂ, പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെൻറ് ഇന്ത്യയോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലേ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെ റെയിൽവേ ആണോ, ഹൈവേ ആണോ, വീടാണോ, കുടിവെള്ളമാണോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല? അല്ല, അദ്ദേഹം മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ. സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PW മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിനെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ് വരേണ്ടത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സമർപ്പിക്കൽ തന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന് വേണ്ടി ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് റെയിൽവേ പ്രോജക്റ്റ്, ഹൈവേ പ്രോജക്റ്റ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രോജക്റ്റാണ്. എങ്ങനെയെങ്കിലും ഇതിന് ശ്രദ്ധ തിരിക്കാൻ ഒരു വിവാദം സൃഷ്ടിക്കുക, അതാണ് ഇവരുടെ തന്ത്രം. അത് അവർ ചെയ്യുന്നു. ഞാൻ അതിനു വേണ്ടി എൻ്റെ ഒരു അഭിപ്രായം പറയും. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ചടങ്ങ് ബോയ്ക്കോട്ട് ചെയ്യണം. നേരത്തെ പറ്റിയിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ എറർ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിന് തന്നെയാണോ? ഞാൻ മുഖ്യമന്ത്രി ഒരു മുതിർന്ന നേതാവാണ്. ഇനി കൂടുതൽ എനിക്ക് പറയാൻ അങ്ങനെ ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുന്ന ആളല്ല. പക്ഷേ ഇതെല്ലാം ഇലക്ഷൻ്റെ മുമ്പ് ഒരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, മുഖ്യമന്ത്രിൻ്റെ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, ഏപ്രിൽ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിലും അദ്ദേഹം ഉണ്ടാവില്ല, മന്ത്രി സ്ഥാനത്തിൽ ഈ പറയുന്ന മന്ത്രിമാരുണ്ടാവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ അടുത്ത 30 ദിവസം വിവാദങ്ങൾ സൃഷ്ടിക്കുക, നാടകം ചെയ്യുക, ഇതൊരു ഭരണനാട്യമാണ്. അല്ല, നിങ്ങളല്ലേ പറയുന്നത്? എനിക്ക് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അവരാണ് അയക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കണം. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം, PSO വരണം, മന്ത്രി വരണം, സെക്രട്ടറി വരണം, അത് മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി എഴുതണം. 5, 6, 7 ദിവസം മുമ്പ് എഴുതണം. അല്ല, എനിക്കൊരു നിർബന്ധമുണ്ട്, എൻ്റെ ഒപ്പം ഈ മന്ത്രി വരണം, ഈ സെക്രട്ടറി വരണം, ഈ ഒരു PSO വരണം. അത് ചെയ്തില്ലല്ലോ. അല്ല, നിങ്ങൾ ചോദിക്കുന്നു, ഇവർ വിവാദമുണ്ടാക്കുന്നു, ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നത് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഞാനല്ലല്ലോ പ്രോട്ടോകോൾ ഇൻചാർജ്. എന്നോട് താങ്കൾ ചോദിക്കുന്നത് എന്താണ്? ഇവർ പറയുന്നു, ഇവരൊരു വിവാദം ഇന്ന് രാവിലെ നാടിനു വേണ്ടി ഇന്ന്
എത്രയോ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊരു വിവാദം മുമ്പോട്ട് വെക്കുന്നു. ആ വിവാദത്തിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. കേരളത്തിലെ ഗ്യാസ് വളരെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തുക, എന്തൊക്കെയാണ്? അല്ല, ഞാനങ്ങനെ ഗ്യാസ് പ്രധാന ഘടകമല്ലേ? അല്ല, ഗ്യാസ് ഇപ്പോൾ ഇന്ത്യ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ലോകത്തിൽ എല്ലായിടത്തും ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ക്രൈസിസ് കാരണം അതിന് മുമ്പ് 2.5 കൊല്ലം മുമ്പേ യുക്രൈൻ റഷ്യ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഹൈഡ്രോ കാർബണും എനർജിയും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത് നമ്മളെ മിഡിൽ ഈസ്റ്റും വെനസ്വേലയും റഷ്യയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കൊച്ചിയിൽ നടക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിൻ്റെ കാര്യം അദ്ദേഹം പറയുകയായിരുന്നു. 7 ദിവസങ്ങൾക്ക് മുമ്പ് PA മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയുമായി ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കത്തയക്കാമായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.